So after discussing the two stages, after we discuss the theory of personality dynamics and personality structure, നമ്മൾ മൂന്നാമത് ഡിസ്കസ് ചെയ്യേണ്ട തിയറിയാണ് എന്ത് തിയറി ഓഫ് സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ്. അതായത് സൈക്കോ അനാലിറ്റിക്കൽ തിയറി നമ്മൾ നേരത്തെ പറഞ്ഞു മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മൂന്ന് മേജർ പാർട്സ് ഉണ്ട് ഈ തിയറിയിൽ. ആദ്യത്തെ രണ്ട് പാർട്സിൽ മൈൻഡിന്റെ ഘടനയും അതിന്റെ തലങ്ങളും നമ്മൾ കണ്ടു അല്ലേ. അതാണ് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സും തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചറും. ഇനി അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് തിയറി ഓഫ് സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ്. ഓക്കെ, അതാണ് നമ്മുടെ തേർഡ് തിയറി വരുന്നത്. അപ്പൊ തിയറി ഓഫ് സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് പറയുന്നത് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് ഒരു 5 സീരീസ് ഓഫ് സ്റ്റേജസിലൂടെയാണ്. ഏതൊക്കെയാണ് ആ സീരീസ് ഓഫ് സ്റ്റേജസ്? ഓറൽ സ്റ്റേജ് ഉണ്ട്, നെക്സ്റ്റ് anal സ്റ്റേജ്, അത് കഴിഞ്ഞാൽ ഫാലിക് സ്റ്റേജ്, then comes latent stage, and finally we have genital stage. So these are the 5 stages through which a personality is developed. Okay, ഏതൊരു കുട്ടിയുടെയും പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു 5 സ്റ്റേജസിലൂടെയാണെന്നാണ് ഈ സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് തിയറി പ്രപ്പോസ് ചെയ്യുന്നത്. പിന്നെ ഈച്ച് സ്റ്റേജ് എന്തുണ്ട്? ഈച്ച് സ്റ്റേജില് പ്ലഷർ സീക്കിംഗ് എനർജി ഉണ്ട്. നമ്മൾ പറഞ്ഞു, നമ്മളത് ഡൈനാമിക്സ് സ്ട്രക്ചർ ഡിവൈഡ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു എന്തുണ്ട്? പേഴ്സണാലിറ്റിയിൽ ഐഡി ഉണ്ട്, ഓക്കെ, സൂപ്പർ ഈഗോ ഉണ്ട്, ഈഗോ ഉണ്ട്. അപ്പം അതില് ഐഡി അല്ലെങ്കിൽ ഇഡ് എന്ന് പറയുന്ന ആ ഒരു പാർട്ട് പ്ലഷർ സീക്കിംഗ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം ഓരോ സ്റ്റേജിലും ഈ പ്ലഷർ സീക്കിംഗ് പാർട്ട് ബോഡിയിലെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ബോഡി പാർട്ടിൽ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ ബോഡി പാർട്ടിനെയാണ് നമ്മൾ പറയുന്നത് എറോജിനസ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പറയുന്നത് 5 സ്റ്റേജ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 5 സ്റ്റേജസിലൂടെയാണ് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് ഈ 5 സ്റ്റേജസിലൂടെയാണ്. ഈ ഓരോ സ്റ്റേജിലും ഇഡിന് നമ്മുടെ ബോഡിയിലെ ഒരു പാർട്ടില് അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇഡ് എന്ന് പറയുന്നത് തന്നെ എന്തായിരുന്നു? പ്ലഷർ സീക്കിംഗ് കോമ്പണന്റ് ആയിരുന്നു അല്ലെ. സെൽഫിഷ് ആയിട്ടുള്ള പ്ലഷർ മാത്രം നോക്കുന്ന ഒരു കോമ്പണന്റ് ആയിരുന്നു, മൈൻഡിന്റെ ഒരു കോമ്പണന്റ് ആയിരുന്നു ഇഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇഡിന് എന്തുണ്ട്? ഒരു പെർട്ടിക്കുലർ ബോഡി പാർട്ടിൽ അതിന്റെ കോൺസെൻട്രേഷൻ ഉണ്ട്. ആ ഒരു പെർട്ടിക്കുലർ ബോഡി പാർട്ടിനെയാണ് നമ്മൾ എറോജീനസ് സോൺ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളത് എല്ലാ സ്റ്റേജസിലും എന്തുണ്ട്? കോൺഫ്ലിക്ട്സ് ഉണ്ട്. അതായത് എല്ലാ സ്റ്റേജസിലും ഒരു പ്രത്യേക പ്രശ്നം അല്ലെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇച്ചിരി വലിയ നമുക്ക് അല്ലാതെ ആ ഒരു ഇൻഡിവിജ്വലിന്, ആ ഒരു കുട്ടിക്ക് വലിയ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് വരുന്ന ഒരു പെർട്ടിക്കുലർ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഈ ഒരു കോൺഫ്ലിക്റ്റിനെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നതനുസരിച്ചായിരിക്കും ആ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പം ഈ കോൺഫ്ലിക്ട്സ് നമ്മൾ നേരെ ഡീൽ ചെയ്യാൻ പറ്റിയില്ല, നേരെ ഇൻ ദ സെൻസ് നന്നായിട്ട് അല്ലെങ്കിൽ വേണ്ട വിധം നമുക്കത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഡീൽ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? അതില് ഒരു എന്താ പറയാ, ദർ വിൽ ബി സം കോൺസിക്വൻസസ്. ആ കോൺസിക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിക്സേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫിക്സേഷൻ എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഒരു പെർട്ടിക്കുലർ ഏജിലുള്ള കോൺഫ്ലിക്റ്റിനെ നമുക്ക് ശരിക്ക് സോൾവ് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ ശരിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വരുന്ന ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിക്സേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഫിക്സേഷൻസ് വരുമ്പോൾ എന്ത് വരാം? ന്യൂറോസിസ് വരാം, ഡിപ്പെൻഡൻസീസ് വരാം, അഡിക്ഷൻസ് വരാം, ഡിപ്രഷൻസ് വരാം. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നതെന്നാണ് പറയുന്നത്. ന്യൂട്ടന്റെ തിയറി അനുസരിച്ച് ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? ഈ കോൺഫ്ലിക്ട്, സ്റ്റേജ് വൈസ് ഉള്ള കോൺഫ്ലിക്ട്സിനെ നമ്മൾ ശരിക്കും ഹാൻഡിൽ ചെയ്യാത്തത് കൊണ്ടാണ് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് ഈ സ്റ്റേജസും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഓരോ സ്റ്റേജിൽ വരുന്ന ഫിക്സേഷൻസും ഇത് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കാം. സോ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഏത് സ്റ്റേജ് ആണ്? ഓറൽ സ്റ്റേജ് ആണ്. ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത് ബർത്ത് തുടങ്ങി 1 വയസ്സ് വരെയുള്ള ആ സ്റ്റേജിനെയാണ് നമ്മൾ ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ എറോജിനസ് സോൺ എന്ന് പറയുന്നത് എന്താണ്? ഓറൽ സ്റ്റേജിൽ മൗത്ത് ആണ്. ഓക്കെ, മൗത്ത് ആണ് എറോജിനസ് സോൺ എന്ന് പറയുന്നത്. ഇനി ഓറൽ സ്റ്റേജിലെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും? ഏറ്റവും ഇവിടെ ആക്റ്റീവ് ആയിട്ടുള്ളത് ആരാണ്? ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള മൈൻഡിന്റെ പാർട്ട് ഏതാണ്? ഇഡാണ് അല്ലെ. സൂപ്പർ ഈഗോയോ ഡെവലപ്പ് ചെയ്തിട്ടില്ല. 1 വയസ്സുള്ള കുട്ടിക്ക് അങ്ങനെ അറിവ് വെച്ചിട്ടില്ല, മോറൽ വാല്യൂസ് വന്നിട്ടില്ല. അപ്പം ഇവിടെ ഡോമിനേറ്റഡ് ആയിട്ടുള്ളത് ഇഡാണ്. അപ്പം ഇഡ് ഡോമിനേറ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ അതിന്റെ കൂടെ എറോജിനസ് സോൺ വരുന്നത് മൗത്തുമാണ്. അപ്പൊ എന്താണ് ഈ സക്കിങ് അല്ലെങ്കിൽ ബൈറ്റിങ്, ചൂയിങ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളിലൂടെയാണ് കുട്ടി എന്ത് കാണുന്നത്? പ്ലഷർ കണ്ടുപിടിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ പ്ലഷർ ഡിറൈവിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റി എന്തായിരിക്കും അവിടെ? നമ്മൾ സക്കിങ്ങും ടേസ്റ്റിങ്ങും ഇതെല്ലാം ആയിരിക്കും. അപ്പം ഈ ഒരു കാര്യം, അതായത് സ്പെഷ്യലി ബ്രസ്റ്റ് ഫീഡിങ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 1 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികൾക്ക് നമ്മൾ എന്തായാലും മുലപ്പാൽ കൊടുക്കുന്ന ആ ഒരു സമയമാണ്. അപ്പം ഈ ഒരു കാര്യം നന്നായിട്ട് നടന്നിട്ടില്ലെങ്കിൽ
നന്നായിട്ട് നടന്നാൽ എന്താണ്, പുള്ളി അത് കുഞ്ഞ് അതിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്കൊരു സെൻസ് ഓഫ് ട്രസ്റ്റും കംഫർട്ടും എല്ലാം വരും ഈ ഓറൽ സ്റ്റിമുലേഷൻ ശരിക്കും നടന്നിട്ടുണ്ടെങ്കിൽ. എന്നാൽ ഈ ഒരു ഓറൽ സ്റ്റിമുലേഷനിൽ പ്രശ്നം വരുന്ന എന്താണ്, മുലകുടി നിർത്തുന്നതും ഈ ഒരു പ്രായത്തിൽ തന്നെയായിരിക്കും അല്ലെ. വീനിങ് പ്രോസസ് ആണ് ഇവിടുത്തെ കോൺഫ്ലിക്റ്റ് വരുന്നത്. അപ്പം ഈ വീനിങ് പ്രോസസ്സ് മര്യാദക്കാണ് നടന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് എന്ത് പറ്റാം, നമ്മളുടെ കുട്ടിക്ക് ലെസ് ഡിപ്പെൻഡൻസി ആവാം, നല്ലൊരു ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യും, അതേപോലെ തന്നെ കംഫർട്ടഡ് ആയിരിക്കും, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവിടെ ആ പ്രോസസ്സ് ശരിക്കും നടന്നിട്ടില്ലെങ്കിൽ, ഫിക്സേഷൻ ഉണ്ടായാൽ എന്ത് സംഭവിക്കാം, ഓറൽ ഫിക്സേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഡിപ്പെൻഡൻസി വരാനുള്ള ചാൻസസ് ഉണ്ട്. ഡിപ്പെൻഡൻസി വരാം, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം, ഓവർ ഈറ്റിംഗ് വരാം, സ്മോക്കിംഗ് വരാം, നെയിൽ ബൈറ്റിംഗ് വരാം. സോ ഇതൊക്കെ എന്താണ്, ഈ ഒരു വീനിങ് പ്രോസസ്സ് നേരെ നടന്നിട്ടില്ലെങ്കിൽ വരുന്ന ഒരു ഫിക്സേഷൻ ആണ്. ഇത് ഏത് ഏജിലാണ് സംഭവിക്കുന്നത്, 0 to 1 year ആ ഒരു ഏജ് ഗ്രൂപ്പിലാണ് ഈ ഒരു പ്രോബ്ലം സംഭവിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് നോക്കാം. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഏനൽ സ്റ്റേജ് ആണ് അല്ലെ. ഏനൽ സ്റ്റേജ് എന്ന് പറയുന്നത് 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള ഒരു സമയമാണ്. ഇവിടെ എന്താണ്, ഈഗോ ചെറുതായിട്ട് ഫോം ചെയ്ത് തുടങ്ങുന്നുണ്ട് അല്ലെ. ഈഗോയ്ക്കും ഒരു റോള് വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ എറോജീനസ് സോൺ വരുന്നത് ഏനസ് ആണ്. അപ്പം ഇത് നമ്മുടെ ഏറ്റവും വലിയ ഒരു ചലഞ്ച് ഈ സ്റ്റേജിൽ വരുന്നത് എന്താണ്, ടോയ്ലറ്റ് ട്രെയിനിങ്ങിലാണ് അല്ലെ, ബവൽ ആൻഡ് ബ്ലാഡർ മൂവ്മെന്റ്സിനാണ്. അപ്പം ഈ ഒരു മലമൂത്ര വിസർജനത്തിന്റെ ആ ഒരു കൺട്രോള് കിട്ടുന്നത് അല്ലെ, കുട്ടി എന്താ ചെയ്യാ, മാക്സിമം പോവാതിരിക്കാനാണ് നോക്കുക. പക്ഷെ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതുപോലെ എങ്ങനെ ചെയ്യിക്കാം എന്നുള്ളത് നമ്മൾ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ, കോൺഫ്ലിക്റ്റ് വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് ട്രെയിനിങ് ആണ് നമുക്ക് പ്രശ്നം വരുന്നത്, അല്ലെങ്കിൽ ഒരു മെയിൻ എന്താ പറയാ ഫോക്കസ് ഏരിയ വരുന്നത്, കോൺഫ്ലിക്റ്റ് എന്ന് നമ്മൾ പറയുന്ന പോലെ മെയിൻ ഫോക്കസ് ഏരിയ വരുന്നത് എന്താണ്, ടോയ്ലറ്റ് ട്രെയിനിങ്ങിലാണ്. എന്നാൽ ഈ ടോയ്ലറ്റ് ട്രെയിനിങ് നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഒത്തിരി സ്ട്രിക്റ്റ് ആയിട്ടുമല്ല എന്നാൽ ഒത്തിരി ലീനിയന്റ് ആയിട്ടുമല്ല, അങ്ങനെ ചെയ്യാൻ സംഭവിച്ചാൽ, സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് അത് ചെയ്യാൻ കഴിഞ്ഞാൽ കുഞ്ഞെന്താവും, കുഞ്ഞിന്റെ പേഴ്സണാലിറ്റിയില് എന്താ പറയാ ഒരു കോമ്പീറ്റന്റ് ആയിട്ടും പ്രൊഡക്റ്റീവ് ആയിട്ടും ക്രിയേറ്റീവ് ആയിട്ടും ഒക്കെ ഉള്ള ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. എന്നാൽ വളരെ ലൈറ്റ് ആയിട്ട് ഈ ഒരു കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ വരുന്ന ഫിക്സേഷൻ ആണ് ഏനൽ റിട്ടൻറ്റീവ് ട്രേറ്റ്സ് എന്ന് പറയുന്നത്. അതായത് എന്താ പറയാ, വളരെ മെസ്സി ആയിട്ട് അല്ലെങ്കിൽ വേസ്റ്റ്ഫുൾ ആയിട്ട് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വരിക. എന്നാൽ ഇത് നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് അടി കൊടുത്തും അല്ലെങ്കിൽ എന്താ പറയാ വളരെ മോശമായ രീതിയിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്, സ്ട്രിക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്താൽ വരുന്നതാണ് എന്ത്, ഏനൽ റിട്ടൻറ്റീവ് ട്രേറ്റ്സ് വരുന്നത്. എന്നാൽ സ്ട്രിക്റ്റ് ആയിട്ടല്ല, വളരെ ലീനിയന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നെങ്കിലാണ് വരുന്നത് എന്ത്, ഏനൽ റിപ്പൾസീവ് ട്രേറ്റ്സ് വരുന്നത്. റിപ്പൾസീവ് ട്രേറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, വളരെ മെസ്സി ആയിട്ട് വേസ്റ്റ്ഫുൾ ആയിട്ട് ഡിസ്ട്രക്റ്റീവ് ആയിട്ട് വരുന്നതാണ് ഇത് ഏനൽ എക്സ്പൾസീവ് ട്രേറ്റ്സ് വരുന്നത്. ഓക്കെ, സോ ഒന്നുകൂടെ പറയാം, ഏനൽ സ്റ്റേജ് ആണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഏജ് ഗ്രൂപ്പ് വരുന്നത് 1 to 3 years ആണ്. നമ്മുടെ എറോജീനസ് സോൺ ആ സമയത്ത് വരുന്നത് ഏതാണ്, ഇവിടെ ഇഡ് എന്ന് പറയുന്ന എനർജി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളത് എവിടെയാണ്, ഏനസിലാണ് അല്ലെ. അപ്പൊ മെയിൻ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത് ബവൽ ആൻഡ് ബ്ലാഡർ മൂവ്മെന്റ് കൺട്രോൾ ആണ്. കോൺഫ്ലിക്റ്റ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് എന്താണ്, ടോയ്ലറ്റ് ട്രെയിനിങ് ആണ്. ടോയ്ലറ്റ് ട്രെയിനിങ് പ്രോപ്പർ ആയിട്ട് വന്നാൽ കുട്ടി എങ്ങനെയാകും, പ്രോപ്പർ ആയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും, അതായത് നന്നായിട്ട് ചെയ്താൽ നമ്മൾ പ്രേസ് ചെയ്യുക അല്ലെങ്കിൽ റിവാർഡ്സ് കൊടുക്കുക, അങ്ങനെ അത് നന്നായിട്ട് ചെയ്തു വന്നാൽ കുട്ടി എന്താവും, കുട്ടിയുടെ പേഴ്സണാലിറ്റിയിൽ കോമ്പീറ്റൻസി വരും, പ്രൊഡക്ടിവിറ്റി വരും, ക്രിയേറ്റിവിറ്റി വരും, നല്ലൊരു പേഴ്സണാലിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യും. എന്നാൽ അവിടെ ഫിക്സേഷൻസ് വന്നാൽ എന്ത് സംഭവിക്കാം, 2 കേസിൽ വരാം അല്ലെ. നമ്മൾ വളരെ ലീനിയന്റ് ആയാലും വരാം, വളരെ സ്ട്രിക്റ്റ് ആയാലും വരാം. കൂടുതൽ സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാൽ എന്താ വരിക, ഏനൽ റിട്ടൻറ്റീവ് ട്രേറ്റ്സ് വരും. റിട്ടൻറ്റീവ് ട്രേറ്റ്സ് പറയുന്നത് തന്നെ എന്താണ്, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഓർഡർ ആയിട്ട് റിജിഡ് ആയിട്ട് ഒബ്സസീവ് ആയിട്ടുള്ള ഒരു ട്രേറ്റ് വരും. എന്നാൽ നമ്മൾ ഭയങ്കര ലീനിയന്റ് ആണ് അല്ലെ, അങ്ങനെ ആണെങ്കിൽ അതിനെന്ത് വരാം, അതിന്റെ ഫിക്സേഷൻ പറയുന്നതാണ് ഏനൽ എക്സ്പൾസീവ് ട്രേറ്റ് എന്ന് പറയുന്നത്. അതായത് വളരെ മെസ്സി ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് ഡെവലപ്പ് ചെയ്യുക. ഇനി അടുത്ത സ്റ്റേജ് ആണ് ഫാലിക് സ്റ്റേജ്. ഫാലിക് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ 3 years തുടങ്ങി 6 years വരെയുള്ള ഒരു സമയമാണ്. ജെനറ്റൈൽസിലാണ് ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ എനർജി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളത്. അപ്പൊ ജെനറ്റൈൽ എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ 2 കാര്യങ്ങളാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ജെനറ്റൈൽ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, നമ്മുടെ ആൺ പെൺ വ്യത്യാസം കുഞ്ഞ് മനസ്സിലാക്കി തുടങ്ങുന്ന ഒരു സമയമാണത്. അപ്പം ആൺകുട്ടികളാണെങ്കിൽ അമ്മയോട് ഒരു പ്രത്യേക സ്നേഹവും പെൺകുട്ടികളാണെങ്കിൽ അച്ഛനോട് ഒരു പ്രത്യേക സ്നേഹവും ഉണ്ടാവുന്ന ഒരു കാലം ഇതാണ്. ഓക്കെ, അപ്പം ആൺകുട്ടികൾക്ക് അമ്മയോട് ഉണ്ടാകുന്ന ഒരു പ്രത്യേക സ്നേഹത്തിന് പറയുന്നതാണ് ഒഡിപ്പസ്
ഒഡിപ്പസ് എന്ന് പറയുന്നത്. അതേപോലെ ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? പെൺകുട്ടികൾക്ക് അച്ഛനോട് തോന്നുന്ന ഒരു പ്രത്യേക സ്നേഹത്തെയാണ് എന്താ പറയാ ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഒഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മയുടെ അറ്റൻഷൻ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് വേണം, അതേപോലെ അച്ഛൻ എന്റെ ഒരു എതിരാളിയാണ് എന്നുള്ളൊരു കാര്യം, എന്നുള്ളൊരു രീതിയിലാണ് എന്ത് വരുന്നത്? ആൺകുട്ടികളുടെ ചിന്ത വരുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഒരു ഫിക്സേഷൻ വരാൻ ചാൻസ് ഉള്ളത് എന്താണെന്നറിയോ? കാസ്ട്രേഷൻ ആൻസൈറ്റി ആണ്. അതായത് അച്ഛനെ പേടിയുമാണ്, എന്നാൽ അച്ഛനോട് എന്താണ്? അമ്മയുടെ അറ്റൻഷൻ വേറെ എടുക്കുന്നത് അച്ഛനാണ് എന്നുള്ളൊരു ദേഷ്യമുണ്ട്. അപ്പം ഇങ്ങനെ ഈ രണ്ട് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് വരുന്നതാണ് ഒരു ഫിക്സേഷൻ. ആ ഫിക്സേഷൻ പറയുന്നതാണ് കാസ്ട്രേഷൻ ആൻസൈറ്റി എന്ന് പറയുന്നത്. എന്നാൽ പെൺകുട്ടികളുടെ കേസിൽ ഇലക്ട്ര കോംപ്ലക്സ് ഡെവലപ്പ് ചെയ്യും. അതൊരുവിധം എന്താ പറയാ ലൈഫ് ലോങ് ലാസ്റ്റ് ചെയ്യും തന്നെയാണ് പറയുന്നത്. പെൺകുട്ടികൾക്ക് അവസാനം വരെ തന്നെ നമ്മുടെ അച്ഛൻ ഒരു സൂപ്പർ ഹീറോ എന്നുള്ള രീതിയിൽ തന്നെ മനസ്സിലെന്നും ഉണ്ടാവും. ഫിക്സേഷൻ ആയിട്ട് അത് റിമെയിൻ ചെയ്യും എന്നും എന്നാ പറയുന്നത്. ഇതിന് വേറൊരു പേര് പറയുന്നത് പെനിസ് എൽവി എന്നാണ്. ഓക്കെ, സോ അതാണ് ഈ ഫാലിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഫാലിക് സ്റ്റേജ് ഒന്നുകൂടെ പറയാം, 3 to 6 years ആണ്. ജെനറ്റൈൽസിലാണ് നമ്മുടെ എറോജിനസ് സോൺ ഉള്ളത്. ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? രണ്ട് കാര്യമുണ്ട് അല്ലെ? ആൺപെൺ വ്യത്യാസം മനസ്സിലാക്കുമ്പോൾ തന്നെ ഒഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയമാണിത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് ലേറ്റൻസി സ്റ്റേജ്. ലേറ്റൻസി സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു 6 വയസ്സ് തുടങ്ങി പ്യൂബർട്ടി വരെ 12 വയസ്സ് വരെയുള്ള ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് ആക്ച്വലി സെക്ഷൽ ഫീലിങ്സ് എല്ലാം വളരെ എന്താ പറയുക ഇൻആക്റ്റീവ് ആയിട്ടുള്ളൊരു സമയമാണ്. ഓക്കെ, സെക്ഷൽ ഫീലിംഗിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. എന്നാൽ സൂപ്പർ ഈഗോ കണ്ടിന്യൂസ് ടു ഡെവലപ്പ് ആൻഡ് സ്ട്രെങ്തൻ ഇറ്റ്സ് എനർജീസ് ആൻഡ് സ്ട്രെങ്തൻ. സൂപ്പർ ഈഗോ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയമാണ്. ഇഡിന്റെ എനർജി എന്തായി? കുറച്ചൊന്ന് സപ്രസ്ഡ് ആയി. അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ എന്താ ഡെവലപ്പ് ചെയ്യുന്നത്? ഇഡിന്റെ എനർജി സപ്രസ് ആയി എന്ന് പറയുമ്പോൾ തന്നെ എന്തായി? നമ്മുടെ ഒരു സെൽഫിഷ്നെസ് കുറഞ്ഞു. നമ്മൾ കുറച്ചുകൂടെ സോഷ്യലൈസ്ഡ് ആയി, ആ സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു സ്റ്റേജ്. അപ്പൊ സോഷ്യൽ സ്കിൽസും വാല്യൂസും റിലേഷൻഷിപ്സും ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണ്? ഈ ലേറ്റൻസി സ്റ്റേജിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുട്ടിക്ക് സോഷ്യലി അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ വളരണം എന്നുള്ളതിനുള്ള നല്ല സാഹചര്യം ഉണ്ടാക്കുക, ടൈം എക്സ്പ്ലോറേഷന് സമയം കൊടുക്കുക, പിന്നെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസും സെൽഫ് കോൺഫിഡൻസും എല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇങ്ങനെ ആണ് നമ്മൾ ഈ ഒരു ഏജിനെ എന്ത് ചെയ്യേണ്ടത്? കൈകാര്യം ചെയ്യേണ്ടത്. അപ്പൊ ടിപ്പിക്കലായിട്ട് ഇവിടെ ഒരു ഫിക്സേഷൻ എന്ന് പറയാനില്ല. പക്ഷേ മുന്നത്തെ എന്തേലും നമ്മൾ നേരത്തെ സ്റ്റേജിൽ നമ്മുടെ ഫിക്സേഷൻസ് വന്നു പോയിട്ടുണ്ടെങ്കിൽ, അതായത് കോൺഫ്ലിക്ട്സ് ശരിക്കും റിസോൾവ് ആയിട്ടില്ലെങ്കിൽ, ആ ഒരു കാര്യം അവിടെ ഫിക്സേഷൻ വന്നിട്ടുള്ളത് ഈ സ്റ്റേജിൽ എന്ത് ചെയ്യാം? നമുക്ക് കാണാം. അല്ലെങ്കിൽ ഈ സ്റ്റേജിന്റെ ഡെവലപ്മെന്റിനെ അത് എന്ത് ചെയ്യും? ബാധിക്കും. ഓക്കെ, സോ അതാണ് നമ്മുടെ ലേറ്റൻസി സ്റ്റേജ്. ഇനി ഫൈനലി നമ്മുടെ സ്റ്റേജ് ആണ് എന്ത്? ജെനറ്റൈൽ സ്റ്റേജ്, അതായത് പ്യൂബർട്ടി സ്റ്റേജ് 12 years പ്ലസ്. അപ്പം നമുക്കറിയാം ജെനറ്റൈൽ സ്റ്റേജിൽ എന്താണ്? ഒരു മെച്യൂർ സെക്ഷൽ ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണിത്. അപ്പം ശരിക്കും സെക്ഷൽ റീ അവേക്കനിങ് ഇവിടെ ഉണ്ടാകും. നമ്മൾ പറഞ്ഞു ലേറ്റൻസി സ്റ്റേജിൽ സെക്ഷൽ എക്സ്പ്ലോറേഷൻ എന്തായി? കുറച്ചൊന്ന് താഴോട്ട് പോയി, സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇൻട്രസ്റ്റ് വന്നു അല്ലെ? എന്നാൽ ജെനറ്റൈൽ സ്റ്റേജിൽ തിരിച്ചെന്തായി? സെക്ഷൽ ഫീലിംഗ്സും സെക്ഷൽ റീ അവേക്കനിങ്ങും ഉണ്ടായി. മെച്യൂർ റിലേഷൻഷിപ്സും സെക്സും എല്ലാ കാര്യങ്ങളും ഈ ഒരു സ്റ്റേജിൽ എന്തായി? കുറച്ചുകൂടെ പൊങ്ങി വന്നു കണ്ടു. അപ്പം ഈഗോയും സൂപ്പർ ഈഗോയും എല്ലാം കംപ്ലീറ്റ്ലി ഫോംഡ് ആയിട്ടുണ്ട് ഈ സ്റ്റേജ് ആവുമ്പോഴേക്കും. അപ്പം എല്ലാ കാര്യങ്ങളും ഇൻഡിവിജ്വൽ ഡെവലപ്സ് strong sexual interest in the opposite sex. എന്നാൽ എന്താണ്? ബട്ട് ഇറ്റ് എസ്റ്റാബ്ലിഷസ്, ഇതുവരെ ഉള്ള സ്റ്റേജിലൊന്നും ഫിക്സേഷൻ വന്നിട്ടില്ലെങ്കിൽ ഇറ്റ് വിൽ എസ്റ്റാബ്ലിഷ് എ ബാലൻസ് ബിറ്റ്വീൻ വേരിയസ് ലൈഫ് ഏരിയാസ്. അപ്പൊ എന്താണ്? ഇതാണ് ഈ 5 സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പൊ ഈ ഒരു തിയറിയിൽ നമുക്ക് ഫ്ലോസ് പറയുകയാണെങ്കിൽ എന്താണ്? സയന്റിഫിക്കലി ഇതൊന്നും നമുക്ക് റെസ്റ്റ് ചെയ്യാനോ പ്രൂവ് ചെയ്യാനോ പറ്റത്തില്ല. പിന്നെ ഫ്യൂച്ചർ പ്രഡിക്ഷൻസും വളരെ വേഗാണ് അല്ലെ? ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ കാര്യത്തില് എന്നതൊക്കെയാണ് നമുക്ക് എന്താണ് ഈ ഒരു തിയറിയുടെ പ്രശ്നങ്ങളായിട്ട് പറയാൻ പറ്റുക. അതേപോലെ ഹോമോസെക്ഷൽ ഡെവലപ്മെന്റിനെ കുറിച്ചൊന്നും ഈ തിയറിയിൽ പറഞ്ഞിട്ടില്ല എന്നതൊക്കെയാണ് നമ്മുടെ ഈ തിയറിയുടെ ഡ്രോബാക്സ് എന്ന് പറയാനുള്ളത്. സോ ഈ ഒരു സൈക്കോ അനാലിറ്റിക്കൽ തിയറി ഓഫ് പേഴ്സണാലിറ്റി ഇവിടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. 3 തിയറീസും 3 സ്റ്റേജസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട്.